Good morning, my dear children. Once again, you are welcome to the class. So, I hope everybody understood the letter to God. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്ത ലെറ്റർ ടു ഗോഡ് എന്ന പാഠം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. So, today we are going to some of the activities which is related with this unit. കുറച്ച് ആക്ടിവിറ്റികളിൽ കൂടെ നമുക്ക് കടന്നു പോകാം. So, you can take page number 43. So, let's look the first question. What would be the postmaster's feeling when he read Lenjo's second letter? Once again, I will repeat. What would be the postmaster's feeling when he read Lenjo's second letter? എന്തായിരിക്കും പോസ്റ്റ് മാസ്റ്ററിൻ്റെ ഫീലിംഗ് ലെഞ്ചോൻ്റെ സെക്കൻഡ് ലെറ്റർ വായിച്ചപ്പോൾ? ലെഞ്ചോ രണ്ടാമത്തെ ലെറ്റർ എഴുതിയല്ലോ. ദാറ്റ് ഈസ് ദ പോസ്റ്റ് ഓഫീസ് എംപ്ലോയീസ് ഫോർ എ ബഞ്ച് ഓഫ് ക്രൂക്സ് എന്ന് പറഞ്ഞിട്ട്. സോ വാട്ട് വിൽ ബി ദ ഫീലിംഗ് ഓഫ് ദ പോസ്റ്റ് മാസ്റ്റർ? ഓക്കെ, സോ ഐ തിങ്ക് യു വിൽ ബി ഏബിൾ ടു റൈറ്റ് ദാറ്റ് ആൻസർ. ഓക്കെ, അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, സോ ട്രൈ ഇറ്റ് ആൻഡ് യു ക്യാൻ റൈറ്റ് ഓൾ ദീസ് ക്വസ്റ്റ്യൻസ് ഇൻ യുവർ നോട്ട്ബുക്ക്. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ക്വസ്റ്റ്യൻസ് മുഴുവനും നിങ്ങളുടെ നോട്ട്ബുക്കിലാണ് നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ ലെറ്റ്സ് റിവ്യൂ ദ സ്റ്റോറി എന്ന് എഴുതിയതിന് ശേഷം ഒന്നാമത്തെ ചോദ്യം എഴുതുക ആൻഡ് ട്രൈ ടു റൈറ്റ് ദ ആൻസർ. ഇതിനുള്ള ആൻസർ കണ്ടെത്താനായിട്ട് നോക്കുക. കണ്ടെത്തുക മാത്രമല്ല, അത് നോട്ട്ബുക്കിൽ എഴുതുക. കേട്ടുല്ലോ? ആൻഡ് ആഫ്റ്റർ ഡിസ്കസിങ് ഓൾ ദ ക്വസ്റ്റ്യൻസ് ഐ വിൽ ബി സെൻഡിങ് ദ ആൻസേഴ്സ്. എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ടീച്ചർ ആൻസേഴ്സ് അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. What did Lenjo think that the post office employees are a bunch of crooks? What did Lenjo think that the post office employees are a bunch of crooks? ഇതിലെ ലാസ്റ്റ് സെൻറ്റൻസ് ഒക്കെ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട് ദ പോസ്റ്റ് ഓഫീസ് എംപ്ലോയീസ് വേർ ദ ബഞ്ച് ഓഫ് ക്രൂക്സ് എന്ന് പറയുന്നുണ്ട്, ചതിയന്മാരാന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ലെഞ്ചോ അങ്ങനെ പറയുന്നത്? The answer is very clear, so you can write by yourself. നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാം. Pick out the sentence in the story that show Lenjo's strong faith in God. Look at the third question. Pick out the sentence in the story that show Lenjo's strong faith in God. ഈ ടെക്സ്റ്റിൽ നിന്നും കണ്ടെത്തുക എന്താണ് ലെഞ്ചോൻ്റെ വിശ്വാസം, ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം കാണിക്കുന്ന സെൻറ്റൻസ് ഈ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും കണ്ടെത്തി എഴുതുക. സോ ഇൻ ഓർഡർ ടു ഫൈൻഡ് ഔട്ട് ദാറ്റ് സെൻറ്റൻസ് യു ഹാവ് ടു റെഡ് ദ ടെക്സ്റ്റ് thoroughly. Again and again I am telling you, you have to read the text thoroughly. വീണ്ടും വീണ്ടും ടീച്ചർ പറയാണ്, നിങ്ങൾ എന്നും ടെക്സ്റ്റ് വായിച്ചിരിക്കണം. അറ്റ്ലീസ്റ്റ് 2 times. എല്ലാ ദിവസവും ഇംഗ്ലീഷ് വായിക്കുക. ദെൻ ഓൺലി യു വിൽ അണ്ടർസ്റ്റാൻഡ് ദ ലാംഗ്വേജ്. അതിൻ്റെ യൂസേജും പ്രൊനൗൺസിയേഷനൊക്കെ മനസ്സിലാക്കണം വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി ടെക്സ്റ്റ് വായിക്കണം. ആൻഡ് ഇഫ് യു റെഡ് ദ ടെക്സ്റ്റ് പ്രോപ്പർലി യു വിൽ ഈസിലി ഫൈൻഡ് ഔട്ട് ദീസ് ആൻസേഴ്സ്. മനസ്സിലായോ? നിങ്ങൾ ഇത് ടെക്സ്റ്റ് നല്ലപോലെ വായിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസേഴ്സ് കണ്ടെത്താനായിട്ട് പറ്റും. സോ read. Okay. And the fourth question. Usually we enjoy rain. There are times when we curse the rain too. Have you had any such experience? Share it with your friends. Fourth question ഇതാണ്. Usually we enjoy rain. നമ്മൾ സാധാരണയായിട്ട് റെയിൻ എൻജോയ് ചെയ്യാറുണ്ട് അല്ലേ? അതായത് മഴ നമ്മൾ ആസ്വദിക്കാറുണ്ട്. ദീസ് ആർ ടൈംസ് വെൻ വി കേഴ്സ് ദ റെയിൻ ടു. എന്താണ് പറയണത്? ചില സമയത്ത് നമ്മൾ മഴേനെ ശപിക്കാറുമുണ്ട് അല്ലേ? ഹാവ് യു ഹാഡ് എനി സച്ച് എക്സ്പീരിയൻസ്?
നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അങ്ങനെയൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ എക്സ്പീരിയൻസ് എഴുതുക. അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാനായിട്ട് പറ്റുമല്ലോ. അപ്പോൾ ഇതിനുള്ള ആൻസർ ടീച്ചർ തരില്ല. യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ആൻസർ ബൈ യുവർ സെൽഫ്. നിങ്ങൾ സ്വന്തമായിട്ട് ഇതിനുള്ള ആൻസർ കണ്ടെത്തണം. ഓക്കെ. ഇനി ഇഫ് യു നീഡ് ദ ആൻസർ, നിങ്ങൾക്ക് ഇതിനുള്ള ആൻസർ വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ. അതിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനോട് ചോദിക്കാവുന്നതാണ് ഇൻ ദ ഫോം ഓഫ് വോയിസ് ക്ലിപ്സ്. ഓക്കെ. ജസ്റ്റ് ടേൺ യുവർ പേജ് ഒന്ന് മറയ്ക്കുക. എന്നിട്ട് ടേക്ക് പേജ് നമ്പർ 44. ലെറ്റ്സ് റൈറ്റ്. ഇതെല്ലാം നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതേണ്ടതാണ് കേട്ടോ. ആഫ്റ്റർ പോസ്റ്റിംഗ് ദി സെക്കൻഡ് ലെറ്റർ ടു ഗോഡ്, ലെഞ്ചോ റിട്ടേൺഡ് ഹോം ആൻഡ് നറേറ്റഡ് ഓൾ ദി ഇവൻറ്റ്സ് ടു ഹിസ് വൈഫ്. റൈറ്റ് ദം ഡൗൺ. ഓക്കെ. രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ ദൈവത്തിനുള്ള, അതായത് ലെഞ്ചോ ദൈവത്തിനുള്ള ലെറ്റർ പോസ്റ്റ് ചെയ്തതിന് ശേഷം റിട്ടേൺഡ് ഹോം, അവൻ വീട്ടിലേക്ക് തിരിച്ചു വന്നു. ആൻഡ് ഹീ നറേറ്റഡ്, എല്ലാ സംഭവങ്ങളും അവിടെ വെച്ചുണ്ടായ എല്ലാ സംഭവങ്ങളും അവൻ അവൻ്റെ ഭാര്യയോട് പറഞ്ഞു. റൈറ്റ് ദം ഡൗൺ. നിങ്ങൾ എന്ത് ചെയ്യണം? അതൊക്കെ നിങ്ങളുടെ ഓൺ വേർഡ്സിൽ എഴുതാനായിട്ട് നോക്കുക. മീൻസ് യു ഹാവ് ടു റൈറ്റ് ദ സ്റ്റോറി. ഓക്കെ. അവിടെ തൊട്ടുള്ള സ്റ്റോറി നിങ്ങൾ എഴുതാനായിട്ട് നോക്കുക. ഓക്കെ. സോ യു ക്യാൻ ട്രൈ ബൈ യുവർ സെൽഫ്. നിങ്ങൾ സ്വന്തമായിട്ട് എഴുതാനായിട്ട് നോക്കുക. ഓക്കെ. സോ ക്യാൻ വി മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The postmaster writes a reply to Lenjo's second letter. Imagine and write down the letter. The postmaster writes a reply to Lenjo's second letter. പോസ്റ്റ്മാസ്റ്റർ ലെഞ്ചോൻ്റെ രണ്ടാമത്തെ ലെറ്ററിന് മറുപടി എഴുതാണ്. ഓക്കെ. സോ യു ക്യാൻ ഇമാജിൻ ആൻഡ് റൈറ്റ് ഡൗൺ ദി സെക്കൻഡ് ലെറ്റർ. നിങ്ങൾ എന്ത് ചെയ്യണം? ആ രണ്ടാമത്തെ ലെറ്റർ എഴുതി നോക്കാനാണ് പറയുന്നത്. Okay, so have you understood the question? Yes. And do you know how to write a letter? നിങ്ങൾക്കറിയാമോ എങ്ങനെയാണ് ഒരു എഴുത്ത് എഴുതുക എന്നുള്ളത്, ഒരു കത്ത് എഴുതുക എന്നുള്ളത്? ഇൻ ദ LP classes you might have studied. നിങ്ങൾ 5ാം ക്ലാസ്സിൽ, അതായത് LP ക്ലാസ്സിൽ 4ാം ക്ലാസ്സിൽ 3ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? So how will you write the letter? Do you know? So I will tell you. Okay, so this is the sample of a letter. So, in the left hand side, in the margin, you can write the from address. From address means what? ആരാണോ ലെറ്റർ എഴുതുന്നത് അങ്ങോരുടെ ലെറ്റർ എഴുതുക. So here, അങ്ങോരുടെ അഡ്രസ്സ് എഴുതുക. അങ്ങോരുടെ അഡ്രസ്സ് എഴുതുക. ഓക്കെ. So who is writing this letter? Yes, very good. That is Lenjo, isn't it? So ലെഞ്ചോൻ്റെ അഡ്രസ്സ് എഴുതുക. And after that, leave one line. എന്ത് ചെയ്യണം? ഒരു വരി വിടണം. അതിനുശേഷം we have to write the to address. എന്ത് ചെയ്യണം? രണ്ടാമതായിട്ട് നമ്മൾ to address എഴുതണം. To address എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കായിരിക്കും? ആർക്കാണോ കത്തെഴുതുന്നത് അവരുടെ അഡ്രസ്സ് എഴുതണം. ഹാവ് യു അണ്ടർസ്റ്റുഡ്? ഹിയർ ഇവിടെ ആർക്കാണ് ലെറ്റർ എഴുതുന്നത്? ഓക്കെ, വെരി ഗുഡ്. ഗോഡിന്, ദൈവത്തിനാണ് അല്ലേ? അപ്പോൾ ദൈവത്തിൻ്റെ അഡ്രസ്സ് എഴുതുക. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ലീവ് വൺ ലൈൻ. എന്ത് ചെയ്യണം? ഒരു വരി വിടണം. ഒരു വരി വിട്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം? ഫസ്റ്റ് തന്നെ സല്യൂട്ടേഷൻ എഴുതണം. സല്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സല്യൂട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഭിസംബോധന, അവരിനെ അഭിസംബോധന ചെയ്യണം. സോ ഹൗ വിൽ യു റൈറ്റ്? നമ്മൾ ലെറ്റർ എഴുതുന്നത് ദൈവത്തിനാണ് അല്ലേ? അപ്പോൾ എങ്ങനെ എഴുതും? മൈ ഡിയറസ്റ്റ് ഗോഡ്, അല്ലെങ്കിൽ മൈ ഡിയർ ഗോഡ്. കേട്ടോ? അപ്പോൾ എന്താ എഴുതേണ്ടത്? നമ്മൾ അഭിസംബോധന അല്ലെങ്കിൽ സല്യൂട്ടേഷൻ എഴുതണം. അത് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു ക്യാൻ പുട്ട് എ കോമ. ഇതൊക്കെ മാർജിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത് കേട്ടോ.
അപ്പോൾ റെസ്പെക്റ്റഡ് അത് എഴുതി കഴിഞ്ഞതിന് അല്ല, റെസ്പെക്റ്റഡ് അല്ല, മൈ ഡിയർ ഗോഡ് എന്ന് എഴുതിയതിന് ശേഷം ഒരു കോമ ഇടണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ആ ബോഡിയുടെ കണ്ടൻറ്റ് എഴുതണം. ആ ബോഡിയിൽ ആ ലെറ്ററിൽ നമ്മളോട് എന്താ എഴുതാൻ പറഞ്ഞിട്ടുള്ളത്? നമ്മളോട് ഒരു റിപ്ലൈ ലെറ്റർ, ഒരു മറുപടി കത്താണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ? ആരാണ് എഴുതുന്നത്? പോസ്റ്റ് മാസ്റ്റർ. ഓക്കെ, അപ്പോൾ പോസ്റ്റ് മാസ്റ്റർ എങ്ങനെയായിരിക്കും തുടങ്ങുക എന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ട് അതിൻ്റെ ബോഡി പാർട്ട് എഴുതണം. മനസ്സിലായോ? ദെൻ അത് എഴുതി കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് വരുന്നതാണ് കൺക്ലൂഡിങ് പാർട്ട്, അതായത് വിത്ത് ലവ്. ഓക്കെ, വിത്ത് ലവ് എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്താ പറയണ വിത്ത് ലോട്ട് ഓഫ് ലവ് എന്നൊക്കെ പറഞ്ഞിട്ടോ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഒരു ലൈൻ വിട്ടതിന് ശേഷം ഇത് എഴുതണം. അതിന് ശേഷം നമ്മുടെ സിഗ്നേച്ചർ ഇടണം. സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒപ്പിടണം. ദെൻ നമ്മുടെ പേര് എഴുതണം. Have you understood? So this is the format of a letter. So try to write down the letter. Okay, so I hope everybody understood this letter. So I have only giving you the format of the letter. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഫോർമാറ്റാണ്, ലെറ്ററിൻ്റെ ഫോർമാറ്റാണ് കാണുന്നത്. ഇത് നിങ്ങൾ ഇതേ ഫോർമാറ്റിൽ, ഇതേ രൂപത്തിൽ നിങ്ങൾ ഇത് ലെറ്ററായിട്ട് എഴുതണം ഇൻ യുവർ നോട്ട് ബുക്ക്. മനസ്സിലായോ? ടീച്ചർ പറയുന്നുണ്ട് ഓരോ ക്ലാസ്സിൽ നിന്നും ചില റോൾ നമ്പേഴ്സ് പറയുന്നുണ്ട്. ഇന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരമോ അല്ലെങ്കിൽ നാളെയായിട്ടോ പറയാം. അപ്പോൾ അവരുടെ നോട്ട് ബുക്ക് ടീച്ചർക്ക് അയച്ചു തരേണ്ടതായിട്ട് വരും. നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടോ മനസ്സിലായിട്ടില്ലേ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ എല്ലാ ഡിവിഷനിലും ABCDEF, ഓക്കെ, 5ാം ക്ലാസ്സിലെ എല്ലാ ഡിവിഷനിലും ഓരോ റോൾ നമ്പേഴ്സ് പറയുന്നതായിരിക്കും. ആ റോൾ നമ്പേഴ്സിലുള്ള കുട്ടികളുടെ നോട്ട്ബുക്ക് ടീച്ചർക്ക് നിർബന്ധമായിട്ടും ഈ ആക്ടിവിറ്റീസിൻ്റെ ടീച്ചർക്ക് അയച്ചു തരേണ്ടതായിരിക്കും. ഓക്കെ, സോ എല്ലാവരും ഇത് ചെയ്തിരിക്കണം. ഹാവ് യു അണ്ടർസ്റ്റുഡ്? ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് വൺ. ഇനി ഇതിൻ്റെ ആൻസേഴ്സൊക്കെയും ടീച്ചർ അയച്ചു തരാം കേട്ടോ. നിങ്ങളുടെ നോട്ട്ബുക്ക് ചെക്ക് ചെയ്തതിന് ശേഷം ടീച്ചർ അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ആക്ടിവിറ്റി. A hailstorm destroyed the crops in Lanjo's village. The local newspaper reported it. Prepare a likely report. The headline is given for you. സോ ഇവിടെ പറയുന്നത് എ ഹെയിൽ സ്റ്റോം ഡിസ്ട്രോയ്സ് ദ ക്രോപ്സ് ഇൻ ലഞ്ചോസ് വില്ലേജ്. നമ്മൾ ഈ കഥയിൽ കണ്ടതുപോലെ എ ഹെയിൽ സ്റ്റോം, മഞ്ഞ് വീഴ്ച അല്ലെങ്കിൽ ആലിപ്പഴത്തിൻ്റെ വീഴ്ച കൊണ്ട് എന്ത് സംഭവിച്ചു? ലഞ്ചോൻ്റെ ഗ്രാമത്തിലുണ്ടായിരുന്ന കൃഷികളെല്ലാം നശിച്ചുപോയി. ഓക്കെ, സോ ദ ലോക്കൽ ന്യൂസ് പേപ്പർ റിപ്പോർട്ടഡ് ഇറ്റ്. എന്തുണ്ടായി? അവിടുത്തെ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടർ അത് പേപ്പറിൽ പബ്ലിഷ് ചെയ്തു. ഓക്കെ, സോ വി ഹാവ് ടു പ്രിപ്പയർ എ ലൈക്ലി റിപ്പോർട്ട്. അപ്പോൾ നമുക്ക് എന്തുണ്ടാക്കണം? ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് നമുക്ക് തയ്യാറാക്കണം. ഹാവ് യു അണ്ടർസ്റ്റുഡ്? ഓക്കെ, സോ ഹിയർ ദ ഹെഡ്ലൈൻ ഈസ് ഗിവൺ ഫോർ യു. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഹെഡ്ലൈൻ തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഐ ഹോപ്പ് you have studied how to write a newspaper report. പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എങ്ങനെ എഴുതാന്നുള്ളത്? ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് പഠിക്കാം. ഓക്കെ, നോ പ്രോബ്ലം. സോ യു ക്യാൻ ലുക്ക് അറ്റ് ദ ന്യൂസ് പേപ്പർ. ഒരു ന്യൂസ് പേപ്പർ എടുത്ത് നോക്കൂ, അല്ലെങ്കിൽ ടീച്ചർ അയക്കുന്ന ആ ഫോമിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം. ഓക്കെ, അപ്പോൾ അതിൽ ഹെഡിങ് ആയിട്ട് കൊടുത്തതിനെയാണ് നമ്മുടെ ഇതെന്ന് പറയുന്നത്. ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൻ്റെ ഹെഡിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹെഡ്ലൈൻ. എന്തിനാണെന്ന് പറയാം? ഹെഡ്ലൈൻ. ഓക്കെ, ഇനി ആ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ അതിന് ശേഷം എന്തുണ്ടായിരിക്കും? ഡേറ്റോ അല്ലെങ്കിൽ പ്ലേസോ ഉണ്ടായിരിക്കും അല്ലേ? അത് നടന്ന സ്ഥലമോ അല്ലെങ്കിൽ അതിൻ്റെ ഡേറ്റോ ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ അതിനെ നമ്മൾ പറയുന്നതാണ് ഡേറ്റ് ലൈൻ ഓർ പ്ലേസ് ലൈൻ. എന്താ പറയുക? ഡേറ്റ് ലൈനോ പ്ലേസ് ലൈനോ ഉണ്ടായിരിക്കും. ഇപ്പോൾ തിരുവനന്തപുരം അല്ലെങ്കിൽ ജാർഖണ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, അതിനെയാണ് നമ്മൾ പ്ലേസ് ലൈൻ എന്ന് പറയുന്നത്. ഡേറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഡേറ്റ് എന്ന് പറയും.
ഓക്കെ, ഇനി ദ ഫസ്റ്റ് സെൻറ്റൻസ് ഇൻ എ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. അപ്പോൾ ഹെഡിങ് അല്ല ടീച്ചർ പറയണത്, ആദ്യത്തെ പാരഗ്രാഫിൽ ആദ്യത്തെ ലൈന് നമ്മൾ പറയുന്നതാണ് ദ ലീഡ് ഓഫ് ദ ന്യൂസ് പേപ്പർ. എന്താ പറയുക, ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടിലെ ആദ്യത്തെ സെൻറ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയണത്, ഹെഡ്ലൈൻ അല്ലാണ്ട് ഒരു പാരഗ്രാഫ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തുടങ്ങി അതിൽ ഫസ്റ്റ് സെൻറ്റൻസിനെയാണ് നമ്മൾ പറയുന്നത് ലീഡ് ഓഫ് ദ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്താ പറയുക നമ്മൾ, ദ ലീഡ് ഓഫ് ദ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. ഇനി ലീഡ് ഓഫ് ദ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ നമ്മൾ ഒരു 5 Ws and 1 H അതിനുള്ള മറുപടി പറയുന്നുണ്ടായിരിക്കും. മനസ്സിലായോ? അല്ലെങ്കിൽ ഫസ്റ്റ് സെൻറ്റൻസിൽ അതിലെന്തുണ്ടായിരിക്കും, 5 Ws and 1 Hനുള്ള മറുപടി പറയുന്നുണ്ടായിരിക്കും. അപ്പോൾ എന്താണ് 5 Ws and 1 H? ഒന്ന് ആലോചിക്കാം നമുക്ക്. എന്തായിരിക്കും 5 Ws and 1 H? നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. ടീച്ചർ ഓൾറെഡി നോട്ട് തരുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് കാണാം 5 Ws എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട്, വെൻ, വേർ, ഹൂ ആൻഡ് വൈ. ഏതൊക്കെയാണ്? വാട്ട്, എന്താണ് സംഭവിച്ചത്. വേർ, എവിടെയാണ് സംഭവിച്ചത്. ഹൂ, ആർക്കാണ് സംഭവിച്ചത്. വൈ, എങ്ങനെയാണ് സംഭവിച്ചത്. വെൻ, എപ്പോഴാണ് സംഭവിച്ചത്. ഈ 5 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഫസ്റ്റ് ലൈനിൽ അല്ലെങ്കിൽ ആ ഫസ്റ്റ് പാരഗ്രാഫിൽ നമുക്ക് ലഭിച്ചിരിക്കും. മനസ്സിലായോ? അപ്പോൾ ലീഡ് എന്താണെന്നുള്ളത് മനസ്സിലായി. ആ ലീഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾക്കൊള്ളിക്കുക, 5 Ws and 1 H. ഇനി H എന്ന് പറഞ്ഞാൽ എന്താണ്, ഹൗ, എങ്ങനെയാണത് സംഭവിച്ചത്. ഹാവ് യു അണ്ടർസ്റ്റുഡ്? ആൻഡ് ഓൾവേസ് റിമെമ്പർ ദാറ്റ് വി ഹാവ് ടു റൈറ്റ് ദ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഇൻ ദ പാസ്റ്റ് ടെൻസ്. നമ്മൾ പാസ്റ്റ് ടെൻസിലാണ് എപ്പോഴും ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതേണ്ടത്. എന്താണ് പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത്? പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഓൾറെഡി ഹാപ്പൻഡ്. ഓക്കെ, ഒരു ന്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവിച്ച ഒരു കാര്യത്തിനെ കുറിച്ചിട്ടാണ് എഴുതുന്നത് അല്ലേ. സോ വി ഹാവ് ടു ഓൾവേസ് മേക്ക് യൂസ് ഓഫ് ദ പാസ്റ്റ് ടെൻസ്. പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതി തയ്യാറാക്കേണ്ടത്. ആൻഡ് ആഫ്റ്റർ ദ ഹെഡ്ലൈൻ വി ക്യാൻ സീ ഹൂ ഈസ് റിട്ടൺ ദിസ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. നിങ്ങൾ ന്യൂസ് പേപ്പർ എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം ആരാണ് ഈ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതിയേക്കണമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആരാണ് ന്യൂസ് പേപ്പർ എഴുതിയിട്ടുള്ളത്? ചിലപ്പോൾ സ്വലേ എന്നായിരിക്കാം കാണുന്നുണ്ടാവുക. സ്വലേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുന്നത്, സ്വന്തം ലേഖകൻ അല്ലെങ്കിൽ ആരാണോ എഴുതിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പേര് നമുക്ക് അതിൽ കാണാനായിട്ട് കഴിയും. ഓക്കെ, അതിനെയാണ്, അങ്ങനെ കാണുന്നതിനെയാണ് നമ്മൾ പറയുന്നത് ബൈ ലൈൻ. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ നമ്മുടെ ചോദ്യം ഇവിടെ എന്താണ്? ബിക്കോസ് ഓഫ് ഹെയിൽ സ്റ്റോം ഓൾ ദ ക്രോപ്സ് വർ ഡിസ്ട്രോയിഡ്. ലെഞ്ചോൻ്റെ എല്ലാ കൃഷിയിടങ്ങളും നശിച്ചു പോയി. ബിക്കോസ് ഓഫ് ദ ഹെയിൽ സ്റ്റോം, ആലിപ്പഴങ്ങൾ കൊണ്ട്. ഓക്കെ, സോ ആ ന്യൂസ് പേപ്പർ റിപ്പോർട്ടർ ഈസ് റിപ്പോർട്ടിംഗ് ദിസ് ന്യൂസ്. ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടർ എന്ത് ചെയ്യുന്നു? ഈ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് അയച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എഴുതി തയ്യാറാക്കുകയാണ്. അപ്പോൾ അത് നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ യൂസിങ് ഓൾ ദീസ് തിങ്സ് യു ക്യാൻ ട്രൈ ടു റൈറ്റ് ദ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിനുള്ള ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതി തയ്യാറാക്കുക. ഓക്കെ, ഇനി എന്തെങ്കിലും ഹെൽപ്പ് ടീച്ചറുടെ ഭാഗത്തുനിന്ന് വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ സെൻഡ് മീ എ വോയിസ് ക്ലിപ്പ്. ഓക്കെ, നിങ്ങൾക്ക് ഒരു വോയിസ് ക്ലിപ്പായിട്ട് എനിക്ക് അയക്കാവുന്നതാണ്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ഹൗ ടു റൈറ്റ് എ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. ഓക്കെ, okay my dear children, okay I know today you have lot of work to do. എനിക്കറിയാം ഇന്ന് നിങ്ങൾക്ക് ഒരുപാട് വർക്കുകൾ ചെയ്യാനുണ്ടെന്നുള്ളത്. Okay, so you can write all these things in your notebook and I will be giving you some roll numbers
to send for sending me your notebook. ഓക്കെ, ഞാൻ കുറച്ച് റോൾ നമ്പർ തരുന്നതായിരിക്കും. അപ്പോൾ ആ റോൾ നമ്പറിലുള്ളവരെ ടീച്ചർക്ക് നിർബന്ധമായിട്ടും നോട്ട്ബുക്കുകൾ അയച്ചു തരുന്നേ വേണം. സോ യു ഹാവ് ടു റൈറ്റ് ഡൗൺ ഓൾ ദീസ് ഹോംവർക്ക് in your notebook. Okay, and I am again saying, if you have any doubt, you can send me your doubt through voice clips. വോയിസ് ക്ലിപ്പുകളായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ അയച്ചു തരാം. അതിനുള്ള മറുപടി ടീച്ചർ തരുന്നതായിരിക്കും. Okay, so one more homework I am going to give you. Before my next class, അടുത്ത എൻ്റെ ക്ലാസ്സിന് മുൻപ്, you have to read the birthday letter. That is given in page number 45. പേജ് നമ്പർ 45 ബർത്ത്ഡേ ലെറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു എക്സ്റ്റെൻഡഡ് റീഡിങ് സെഷൻ കൊടുത്തിട്ടുണ്ട്. അതെല്ലാവരും ഒന്ന് വായിച്ചു നോക്കുക. യു ഫീൽ ഇറ്റ് വെരി ബോറിങ്. നിങ്ങൾക്കത് കുറച്ച് ബോറിംഗ് ആയിട്ട് തോന്നും. ഇറ്റ്സ് നോട്ട് എ സ്റ്റോറി, ഇറ്റ് ഈസ് ടേക്കൺ ഫ്രം നെഹ്റൂസ് കളക്ഷൻ. ഓക്കെ, നെഹ്റുവിൻ്റെ ഒരു കളക്ഷനിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ബട്ട് യു മസ്റ്റ് ട്രൈ ടു റീഡ് ഇറ്റ്. And try to find out the meaning of the difficult words too. അത് നോക്കിയിട്ട് അതിൽ ഡിഫിക്കൽട്ടായിട്ടുള്ള വേർഡ്സുകളുടെ മീനിങ് കൂടെ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. Okay, so with this I am winding up today's class. So we can meet at the next class. Okay, thank you children.